അസ്സലാമു അലൈക്കും. ഏറുവാടി ദർഗയിൽ നിന്നും ബീച്ചിലുള്ള കൊടിമരത്തിലേക്ക് ഏകദേശം 2.5 കിലോമീറ്ററാണ്. وفضل علينا ببركاتهم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم. പ്രധാന ദർഗയുടെ മുഖം വടക്കോട്ടാണ്. ദർഗയ്ക്ക് പുറത്തു കടന്ന് വലത്ത് ഭാഗത്തൂടെ പോയാൽ ബീച്ചിലോട്ടെത്തും. അവിടെ നിന്ന് അല്പം മുന്നോട്ട് തെക്കേ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൊടിമരത്തിലെത്തും. കടലാക്രമണത്തെ തുടർന്ന് മുമ്പ് കൊടിമരം ഉണ്ടായിരുന്ന സ്ഥലത്തല്ല ഇപ്പോൾ കൊടിമരമുള്ളത്. ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു വന്ന് ഇറങ്ങിയ സ്ഥലമാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ സ്മാരകമായി സ്ഥാപിച്ചതായിരിക്കണം ഈ കൊടിമരം. ഏറുവാടി ശുഹദാക്കളുടെ പാദസ്പർശനമേറ്റ സ്ഥലമാണ് എന്നുള്ളത് ഉറപ്പാണ്. ഈ കൊടിമരത്തിന് യുദ്ധവുമായി ബന്ധമില്ല. അതായത് യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ സ്മാരകം എന്ന നിലക്കുള്ള കൊടി ചിലർ അങ്ങനെയെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്. അതുപോലെ ബർമയിൽ നിന്നും ചിലർ ഒഴുക്കിവിട്ട കൊടിമരമാണ് ഇത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണയുമുണ്ട്. അതും ശരിയല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ കൊടിമരം ഇപ്പോൾ ദർഗയിൽ കൊടിയുയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കൊടിമരത്തെ ചിലർ ചുറ്റുന്നത് എല്ലാം പറഞ്ഞു കേട്ടു. അതെല്ലാം അന്ധവിശ്വാസം തന്നെയാണ്. ഇവിടെ പള്ളിയോ മക്ബറയോ ഇല്ല. ഖാദിമിന് താമസിക്കാനുള്ള ഒരു ഷെൽട്ടർ മാത്രമാണുള്ളത്. അത്യാവശ്യം നമസ്കരിക്കാൻ പറ്റും എന്നും പറയുന്നുണ്ട്. ഇവിടെ ഒരു പള്ളി നിർമ്മിക്കാനുള്ള ശ്രമമുണ്ടെന്ന് ഖാദിം പറഞ്ഞു. നേർച്ചയുടെ ഭാഗമായി ചിലർ ചെറിയ കൊടി ഇവിടെ കെട്ടുന്നുണ്ട്. അത് കെട്ടാനും ദുആ ചെയ്യാനും വേണ്ടി ഒരു ഖാദിമ ഇവിടെ ഉണ്ട്. വീഡിയോയിൽ കാണുന്ന കൊടിമരമാണ് ബർമക്കാർ അയച്ചത് എന്ന് മനസ്സിലാവുന്നു. കൊടിയിറക്കത്തിന് ശേഷം ഈ കൊടിമരം വീണ്ടും ദർഗയിൽ സൂക്ഷിക്കുന്നു. ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു അവരുടെ സ്മരണാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന ഈ കൊടിമരത്തിൻ്റെ അവിടെ നിന്നും പ്രാർത്ഥിച്ചാൽ പ്രത്യേക ഫലം കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് ആളുകൾ ഇവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും. ഇവിടെ കടൽ വക്കത്ത് നിന്നാൽ ഒരു ദ്വീപ് പോലെ കാണാം. രണ്ട് സ്ഥലത്ത് അങ്ങനെ ദ്വീപുണ്ട്. ഒരു ദ്വീപ് വാൽനോക്കം എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുന്നു പഴയ കാലത്ത്. പിന്നീട് കടൽ കയറി അത് സെപ്പറേറ്റായി പോയതാണ്. നേരെ കാണുന്ന ദ്വീപിൽ ഹിളർ നബിയുമായി ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു സന്ധിച്ചതായി പറയുന്നു. കടൽക്കരയിലെ ഈ കൊടിമരം അധികം ഉയരം ഉള്ളതല്ല. അതിൽ നിന്നും 4 ഭാഗത്തേക്കും കിട്ടിയ കയറിൽ വിശ്വാസികൾ അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ചെറിയ കൊടികൾ കെട്ടുന്നുണ്ട്. ഇതിനെല്ലാം ഫലമുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഖണ്ഡിതമായി പറയാൻ കഴിയും. ഏതായാലും മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക, അത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. വിശ്വാസികളുടെ വിശ്വാസം ദൃഢീകരിക്കാൻ ഇത്തരം സിയാറത്തുകൾ ഫലപ്രദമാണ്. മതത്തിൻ്റെ അകക്കാമ്പുമായി ബന്ധമില്ലാത്തവരാണ് സംശയാലുക്കളും പിന്നീട് യുക്തിവാദികളും മതരഹിതരുമെല്ലാമായി മാറുന്നത്. അതിനുള്ള നല്ല ചികിത്സ തന്നെയാണ് സിയാറത്തുകൾ. وسلم دائما أبدا على حبيبك خير مولاي صل وسلم دائما أبدا على حبيبك خير അന്ന് പാടാവള്ളിയിൽ ജനിച്ചവർ ഇന്ന് പഴുനാരയിൽ വാഴും പൂങ്കമ. അന്ന് പാടാവള്ളിയിൽ ജനിച്ചവർ ഇന്ന് പഴുനാരയിൽ വാഴും പൂങ്കമ.